ഹായ് വെൽക്കം ടു belikebutterflies. ഇന്ന് ഞാൻ മറ്റൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റനിങ് ലുക്ക് നമ്മൾക്ക് കിട്ടാൻ വേണ്ടി അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് പ്ലീസ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി സമയം കളയാതെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് അലോവേരയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയുള്ള അലോവേര എടുത്തിട്ട് അതിൻ്റെ ജെല്ലാണ് എടുക്കുന്നത്. ഇത്ര മതിയാവും, കാരണം ഞാനിപ്പോൾ ഫേസിലേക്ക് വേണ്ടി മാത്രം കുറച്ചാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത്ര അലോവേര നമുക്ക് മതി. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ജെല്ല് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ആ ജെല്ല് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസിൽ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഈ ചെറിയൊരു കഷ്ണം മതി. ഇപ്പോൾ ഞാൻ ഇത്രയാണ് എടുക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഇഞ്ചി അതിൻ്റെ നന്നായിട്ട് ചീവിയായി അത് ക്ലീനാക്കി എടുത്തു. നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്കതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തു. നമുക്കത് ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാം. അതിൻ്റെ ജ്യൂസ് ഇതുപോലെ നന്നായിട്ട് എടുക്കുക കേട്ടോ. ജ്യൂസ് വെള്ളം അധികം കൂട്ടരുത്. നമുക്ക് അതിൻ്റെ നല്ലൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ വെള്ളം അധികം കൂട്ടാതെ ഇതുപോലെ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസും കൂടെ നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ 3 മിക്സും റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് അലോവേരയുടെ ജെല്ല് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നിനുമല്ല, ചെറിയൊരു കൂളിംഗ് എഫക്റ്റും കൂടെ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജെല്ലും കൂടെ ആഡ് ചെയ്യുന്നത്. അത് അധികം വേണ്ട, ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂണൊക്കെ അളവിന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഈ മുട്ടയൊക്കെ പതപ്പിക്കില്ലേ, അതുപോലെ നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്, സെറം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ 1-2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ കുറേ അധികം നാളിരിക്കും. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഞാനത് ഇപ്പോൾ ഇതിൽ മിക്സ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഇതിങ്ങനെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ കട്ടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുൾട്ടാണി മിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാറ് ഇതുപോലെ തന്നെ ഒരു സെറം പോലെയാണ് അപ്ലൈ ചെയ്യാറ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടുതൽ എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കട്ടിക്ക് തേക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മുൾട്ടാണി മിട്ടി അത് ഏതെങ്കിലും തരത്തിലുള്ള മഡ് പാക്കുകൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാം.
ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലാക്കിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കുറേ നാൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു വിറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് അധികം നാൾ ഇത് നിൽക്കും, നന്നായിട്ട് നിൽക്കും. അപ്പോൾ ഞാനിതിൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആഡ് ചെയ്തിട്ടില്ല, കാരണം ഇത് പെട്ടെന്ന് തീരും. ഞാൻ ഡെയിലി ഒക്കെ അപ്ലൈ ചെയ്യും, ഒരു സെറം പോലെ ഞാൻ ഇത് യൂസ് ചെയ്യും. അപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരും. അപ്പോൾ നമുക്കിത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എനിക്കിപ്പോൾ ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ, ഈ ഒരു സ്പൂണിൽ ഒരു 2 സ്പൂൺ എടുക്കുകയാണ്. അതായത് സാധാരണ ഒരു സ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ അളവിൽ എടുത്താൽ മതിയാവും ഫേസിൽ അപ്ലൈ ചെയ്യാൻ. നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എടുക്കുമ്പോഴൊക്കെ ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യുക. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് 2 സ്പൂൺ എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എടുത്തു, 2 സ്പൂൺ എടുത്തു. ഇതിപ്പോൾ എൻ്റെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്തെങ്കിലും മഡ് പാക്ക് മിക്സ് ചെയ്ത് ചെയ്യാം. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഇത് കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇതുപോലൊരു ലിക്വിഡ് പരുവാണ്. കണ്ടോ, ഒരു ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്. കണ്ണിൻ്റെ താഴെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇങ്ങനെ കണ്ണിൻ്റെ അണ്ടർ ഐ സർക്കിളൊക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ കണ്ണിൻ്റെ താഴെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു നല്ലൊരു സെറം പോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യുക, ഒരു സെറം പോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ മാത്രം എന്തെങ്കിലും പൊടിയോ മഡ് പാക്ക് എന്തെങ്കിലും മുൾട്ടാണി മട്ടി ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും ഇതുപോലുള്ള സെറമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡും കണ്ണിൻ്റെ താഴെയാണ് കൂടുതലൊന്ന് മസാജ് കൊടുക്കേണ്ടത്. കാരണം സെറം കൂടുതൽ ചെല്ലേണ്ടത് ആ ഭാഗത്തോട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം അവിടെ നമുക്കൊരു ഡാർക്ക് ഒരു ഷെയ്ഡ് എപ്പോഴും വീഴും. കൂടുതൽ ആളുകൾക്ക് ഈ ചുണ്ട്, ഈ സ്മൈൽ ലൈൻസിൽ അവിടെ ഇങ്ങനെ അണ്ടർ ഐ സർക്കിളൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് വേണം കൂടുതൽ മസാജ് കൊടുക്കുക. നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് ഇത് ശരിക്കും നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും. ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഒരു സെറം പോലെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ഇത് അബ്സോർബ് ആവും. കൂടുതൽ ഇങ്ങനെ യൂസ് ചെയ്തായിരിക്കും നല്ലത്. ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിറം വയ്ക്കും. പിന്നെ നല്ലൊരു ഗ്ലോ കിട്ടും. പിന്നെ ഡാർക്ക് സ്പോട്ട് മാറും. എല്ലാത്തിനും നല്ലതാണ് ജിഞ്ചർ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഈ ജിഞ്ചർ ഉള്ളത് കൊണ്ട് ചെറിയൊരു എന്താ പറയുക, ഒരു മിൻറ്റിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഇല്ലേ, അതുപോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഈ മുഖത്ത് പിമ്പിൾസൊക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ ചെറിയൊരു പുകച്ചിലുണ്ടാകും. പക്ഷെ അത് കാര്യമാക്കണ്ട, പക്ഷെ നല്ലതാണ്. ചെറിയൊരു പുകച്ചിൽ, ചെറിയൊരു രീതിയിൽ പുകച്ചിലുണ്ടാവുള്ളൂ. അപ്പോൾ അത് കാര്യമാക്കാനൊന്നുമില്ല. നല്ലൊരു മാസ്കാണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് നോക്കുക. ഇതൊരു സെറം, നല്ലൊരു സെറം വേണമെങ്കിൽ, നിങ്ങൾ ഹോം മെയ്ഡ് സെറം വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. കൈക്കൊക്കെ ടാൻ വീഴുന്നവർ, അല്ലെങ്കിൽ കൈക്ക് നിറം വെക്കണമെന്നുണ്ടെങ്കിൽ കയ്യിലും ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. ഇത് നമുക്ക് വീട്ടിൽ ഡെയിലി ഇരിക്കുന്ന ടൈമിൽ എപ്പോഴെങ്കിലും ടൈമിൽ ചുമ്മെടുത്ത് തേച്ച് വെച്ചാൽ മതി. അത് പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞ് അബ്സോർബായി പോവും. നിങ്ങൾക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ? ഞാനിപ്പോൾ തേച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബായി പോവും. അപ്പോൾ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഒരു സാധനം കണ്ടിന്യൂസ് യൂസ് ചെയ്യാതെ 1-2 തവണ യൂസ് ചെയ്തുകൊണ്ട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഒരു
2 ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങളൊക്കെ ആദ്യമൊക്കെ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മാസത്തിൽ 1, 2, 3 തവണയൊക്കെ അപ്ലൈ ചെയ്താലും മതി. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും നമ്മൾ ഒരു റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് പോകണം. അപ്പോൾ ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ബോട്ടിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കയ്യിലും ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതിപ്പോൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നത്, കയ്യിൽ അപ്ലൈ ചെയ്യണം. അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിൽ ഇടുന്നോളും. ഇനിയിപ്പോൾ ഒരു 1, 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അത് കുറച്ചധികം നാൾ ഇരുന്നോളും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.